ഒരേ അളവിൽ. എന്നിട്ട് അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ കേൾക്കും, ട്രംപ് നമ്മളെ വിളിച്ചാൽ നമ്മളും കേൾക്കും, അമേരിക്കക്കാരനെ. അപ്പോൾ ട്രംപിൻ്റെ ചെവിടും എൻ്റെ ചെവിടും ഒരേ അളവിലാണ് ശബ്ദം സ്വീകരിക്കുന്നത്, അല്ലേ? ഇനിയിപ്പോൾ ലോകത്ത് വേറെ ഏതെങ്കിലും നമ്മളെ സൗദി രാജാവിനെ നമ്മൾ വിളിച്ചയാൾ കേൾക്കും, അയാളുടെ ഫോണിൽ സൗണ്ട് കൂട്ടുമൊന്നും വേണ്ട. നമ്മളെ ഇതേ സെറ്റ് ഹാൻഡ് സെറ്റ് കൊണ്ടുകൊടുത്ത് അതേപോലത്തെ സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു ഹാൻഡ് സെറ്റിൽ നമ്മൾ വിളിച്ചാൽ കേൾക്കും, അല്ലേ? കേൾക്കൂലേ? കേൾക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൻ്റെ സൗണ്ടും നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ സൗണ്ട് ഉപയോഗിക്കേണ്ടേ ഉള്ളൂ. ഇപ്പം നമ്മളെ വായയുടെ ശബ്ദത്തിൻ്റെ സിസ്റ്റവും ചെവിടിൻ്റെ സിസ്റ്റവും കണ്ണിൻ്റെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. കണ്ണ് ഒരാൾ കാണുന്നത് നമ്മൾ കാണും, പക്ഷേ ചിലപ്പോൾ കണ്ണിന് തകരാറുണ്ടായാലുണ്ട് 40 വയസ്സൊക്കെ, അത് കണ്ണിൻ്റെ അസുഖം ഇല്ലാത്ത ആളുകളൊക്കെ പറയുന്നത്. അസുഖം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നോട്ടിക്കൽ മൈൽ കണ്ണിൻ്റെ ദൂരം എത്തും എന്നൊരു കണക്കുണ്ട്. ആ കണക്ക് എല്ലാവരുടെയും എത്തും. അപ്പം മനപ്പാടാക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള ബാക്കി കഴിവുകളും അതേ രീതിയിലായിരിക്കും എന്ന് ഞാൻ കണക്കൂട്ടാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് പിന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആകട്ടെ, നമ്മൾ